സ്വാതന്ത്ര്യ സമര സേനാനികൾ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തെ ചില കോൺഗ്രസ് നേതാക്കളുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റിയ അത്ഭുത കഥയാണിത്. 1937 ജവഹർലാൽ നെഹ്റു 5000 സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന് 10 രൂപയും 100 രൂപയും ഓഹരി മൂലധനമായി ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് AJL. AJL നടത്തിയിരുന്നത് നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രമാണ്. പിൽക്കാലത്ത് ഈ പത്ര കമ്പനിക്ക് 90 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാകുന്നു. പക്ഷേ ആ കമ്പനിയുടെ സമ്പത്ത് 5000 കോടി രൂപ ഉണ്ട് താനും. ഈ സമയത്ത് ഈ 90 കോടി രൂപ കോൺഗ്രസ് പലിശരഹിത വായ്പയായി നൽകുന്നു. പിൽക്കാലത്ത് കോൺഗ്രസ് നേതാക്കൾ ഒരു യങ് ഇന്ത്യ എന്നൊരു കമ്പനി ഉണ്ടാക്കും. യങ് ഇന്ത്യ കമ്പനി 59 ലക്ഷം രൂപ കൊടുത്ത് AJLനെ വിലക്കെടുക്കുന്നു. ബാധ്യതകളും ഒപ്പം ഏറ്റെടുക്കുന്നു. ഇനിയാണ് രസം. ഈ യങ് ഇന്ത്യ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. കോൺഗ്രസിന്റെ തലപ്പത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. AJLന്റെ തലപ്പത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. 5000 കോടി രൂപയുടെ സമ്പത്ത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ യങ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി സ്വകാര്യ സമ്പാദ്യമായി സ്വാതന്ത്ര്യ സമര സേനാനി നേതാക്കൾ ഉണ്ടാക്കിയെടുത്ത കമ്പനിയെ സ്വകാര്യ സമ്പത്താക്കി മാറ്റിയതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ന്യൂഡൽഹിയിൽ നാഷണൽ ഹെറാൾഡ് കേസ് നടക്കുന്നത്.